Hi guys, this is Pushpamari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. Learn 2 new words and 6 sentences every day. എന്നും 2 പുതിയ വേർഡുകളും അതിനോട് ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളും പഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വേർഡ് കറ്റാസ്ട്രഫി. കറ്റാസ്ട്രഫി എന്ന് പറഞ്ഞാൽ ദാരുണ സംഭവം, എ ടെറിബിൾ ഡിസാസ്റ്റർ. നമ്മുടെ കേരളം അതിന് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അല്ലേ, ടെറിബിൾ ഡിസാസ്റ്ററിന്, അതായത് ഒരു ദാരുണ സംഭവത്തിന് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആൻ ഇവന്റ് കോസിംഗ് ഗ്രേറ്റ് ആൻഡ് യൂഷ്വലി സഡൻ ഡാമേജ് ഓർ സഫറിംഗ്. ആൻ എൻവയോൺമെന്റൽ കറ്റാസ്ട്രഫി, a sudden event that caused very great trouble or destruction. ഇനി നമ്മൾ ഡിസാസ്റ്റർ എന്ന് സാധാരണ പറയാറുണ്ട്, കലാമിറ്റി എന്ന് പറയാറുണ്ട്, ക്രൈസിസ് എന്ന് പറയാറുണ്ട്, റൂയിൻ, മൊത്തത്തിലുള്ള ഒരു നാശം. അതൊരു വ്യക്തിക്കാകാം, ഒരു ഫാമിലിക്കാകാം, ഒരു സമൂഹത്തിനാകാം, ഒരു രാജ്യത്തിനാകാം, ഒരു മൊത്തത്തിലുള്ള ഒരു വേൾഡിനാകാം. അങ്ങനെ ഈ ദാരുണ സംഭവം, അതായത് കറ്റാസ്ട്രഫി എന്നത് പലപ്പോഴും അത് പലരിൽ പലതരത്തില് വരുന്നതാണ്. ദ ജപ്പാൻ എർത്ത്ക്വേക്ക് ഓഫ് 2011 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കറ്റാസ്ട്രഫി. അതൊരു ദാരുണ സംഭവമായിരുന്നു അല്ലെ. അപ്പം കറ്റാസ്ട്രഫി എന്നതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കുറച്ച് സെന്റൻസുകളിലൂടെ നമുക്ക് നോക്കാം. എ സഡൻ ഡിസാസ്റ്റർ, അതാണ് കറ്റാസ്ട്രഫി എന്ന് പറയുന്നത്. ഭോപ്പാൽ കറ്റാസ്ട്രഫി ഓർ ഡിസാസ്റ്റർ ഈസ് ആൾസോ നോൺ ആസ് ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അല്ലെ, ഭോപ്പാൽ ദുരന്തം. അതിനെ ഭോപ്പാൽ വാതക ദുരന്തം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ട് കാണും, ഗുജറാത്തിലെ ഭൂമികുലുക്കം ഉണ്ടായത്, അതുമൂലം എത്ര പേര് മരിച്ചിട്ടുണ്ട്. അതും ഒരു കറ്റാസ്ട്രഫിയാണ്, അതൊരു ദുരന്തം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് വന്നായിരുന്നു, അതും ഒരു ദുരന്തമാണ്. We all need them to avoid catastrophes of various kinds. നമ്മൾ പല രീതിയിലും അതിനെ തടയാനായിട്ട്, അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. We all need them to avoid catastrophes of various kinds. Early warning of rising water levels prevented another major catastrophe. നമുക്കൊക്കെ വാർണിംഗ് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പൊ ഡാം തുറന്നു വിടാൻ പോവുകയാണ്, അതുകൊണ്ട് അതിൻ്റെ ഓരോ തീരങ്ങളിൽ താമസിക്കുന്നവർ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മീൻപിടുത്തക്കാർ മീൻ പിടിക്കാൻ പോകുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപകടത്തിലോട്ട് നിങ്ങളെ നയിക്കുന്നതായിരിക്കും എന്ന ഒരു വാർണിംഗ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ അനുസരിച്ച് പോവുകയാണ് നല്ലത്. You genuinely want to think about how to avoid catastrophe. They must move fast before winter turns a disaster into a catastrophe. സാധാരണ ഡിസാസ്റ്ററിനേക്കാളും ഒരു ഭയങ്കരമായ ഒരു കാര്യമാണ് ഈ കറ്റാസ്ട്രഫി എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഭയാനകമാണ്. The Black Sea is facing ecological catastrophe as a result of pollution. അതും ഒരു കറ്റാസ്ട്രഫിയാണ്. കറ്റാസ്ട്രഫിക്ക് ഡിസാസ്റ്റർ എന്നത് കൂടാതെ, കലാമിറ്റി എന്നത് കൂടാതെ ഒരു കംപ്ലീറ്റ് ഫെയിലുവർ ആയിട്ടും മീനിങ് വരാറുണ്ട്. ഫ്രം ഓൾ പോയിന്റ്സ് ഓഫ് വ്യൂ ദ വാർ വുഡ് ബി എ കറ്റാസ്ട്രഫി. എല്ലാ വശങ്ങളിൽ നിന്നും യുദ്ധം ഒരു ദുരന്തമായിരിക്കും അല്ലേ. അതിൽ നിന്നൂടെ നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും, ഒരു ദുരന്തം തന്നെയാണ്, ജീവനാശം ഉണ്ടാകും. അപ്പം എല്ലാ തരത്തിലും അതൊരു കറ്റാസ്ട്രഫി തന്നെയാണ്. ദ പാർട്ടി വാസ് എ കറ്റാസ്ട്രഫി. പാർട്ടി ഒരു ദുരന്തമായിരുന്നു, അതിലൊരു വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. ദ ഇക്കണോമി സീംസ് ടു ബി മൂവിങ് ടുവേർഡ്സ് കറ്റാസ്ട്രഫി. സമ്പദ് വ്യവസ്ഥ ദുരന്തത്തിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു.
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു കറ്റാസ്ട്രഫി എന്ന് പറയുന്നത് ഒരു പേഴ്സണെ എഫക്ട് ചെയ്യുന്നതാകാം, ഒരു ഫാമിലി ആകാം, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ആയിരിക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആൻഡ് ഈവൻ ദാറ്റ് കോസസ് one person or a group of person to suffer, or that makes difficulties. The attempt to expand the business was a catastrophe for the firm. ചില സമയത്ത് നമ്മൾ നല്ലത് ചെയ്യാൻ വേണ്ടി പോവുമായിരിക്കും, ബിസിനസ്സിനെ അത് വിപുലീകരിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കും, അപ്പോഴായിരിക്കും അതൊരു ദുരന്തത്തിലോട്ട് വഴിതെളിയിക്കും. ബിസിനസ് വിപുലീകരിക്കാനുള്ള ശ്രമം സ്ഥാപനത്തിന് ഒരു ദുരന്തമായിരുന്നു. ഇഫ് ദ കോൺട്രാക്ട് ഈസ് ക്യാൻസൽഡ്, it will be a catastrophe for everyone concerned. ആ കോൺട്രാക്ട് ക്യാൻസൽ ആയ അതുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ദുരന്തം തന്നെയായിരിക്കും. Losing his job was a financial catastrophe for his family. അവന്റെ ജോലി നഷ്ടപ്പെട്ടത് എന്നത് അവന്റെ കുടുംബത്തിന് ഒരു സാമ്പത്തിക ദുരന്തമായിരുന്നു. ഒത്തിരി ലോൺ കാണും, അല്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗം തന്നെ അടഞ്ഞ ഒരു സ്ഥിതിയായിരിക്കും. അപ്പോൾ അതൊരു കറ്റാസ്ട്രഫി തന്നെ, ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ ഫാമിലിയെ സംബന്ധിച്ച് അതൊരു കറ്റാസ്ട്രഫി തന്നെയാണ്. മെഡിക്കൽ ഡെഫിനിഷൻ ഓഫ് കറ്റാസ്ട്രഫി എന്താണെന്ന് വെച്ചാൽ, അതായത് ഡെത്ത് ബിഫോർ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ആൻ ഓപ്പറേഷൻ, അതൊരു കറ്റാസ്ട്രഫി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കറ്റാസ്ട്രഫിയുടെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ മറക്കത്തില്ലല്ലോ എന്താണ് കറ്റാസ്ട്രഫി. അറ്റ്ലീസ്റ്റ് പേപ്പറുകളിൽ പല ദുരന്തങ്ങളും കറ്റാസ്ട്രഫി എന്ന വേർഡ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു ദുരന്തം എന്നതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ് ഹാർഡ്. ഹാർഡ് എന്താണ് ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾ ചോദിക്കും. ഹാർഡ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കടുപ്പമുള്ള ഒരു കാര്യത്തെയാണ് ഹാർഡ് എന്ന് പറയുന്നത്. അല്ലാതെയും ഹാർഡ് യൂസ് ചെയ്യാറുണ്ട്, അതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ സെന്റൻസിൽ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹാർഡ് എന്നുള്ള വേർഡ് ഈ വൊക്കാബുലറി സെഷനിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഈസി ടു ബെൻഡ്, കട്ട് ഓർ ബ്രേക്ക്, അതിനെയാണ് ഹാർഡ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് കൈകൊണ്ട് ഒരു സോളിഡ് ഐറ്റം നമുക്കതിനെ വളരെയധികം നമ്മളിപ്പോൾ ഒരു സ്പോഞ്ചാ കയ്യിലിരിക്കുന്ന, ഒരു കയ്യിൽ സ്റ്റോണാണ് കയ്യിലിരിക്കുന്നത്, ഏതായിരിക്കും ഹാർഡ്? സ്റ്റോൺ ആയിരിക്കും ഹാർഡ് അല്ലേ. അതേ മറിച്ച് കയ്യിലിരിക്കുന്ന സ്പോഞ്ചോ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഹാർഡിന്റെ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും സോഫ്റ്റ് ആണ്. പക്ഷെ ഹാർഡിന് വേറൊരു ഓപ്പോസിറ്റ് കൂടെയുണ്ട്, ഈസി എന്ന് പറയുന്നത്. അപ്പം ആ ഹാർഡിന്റെ മീനിങ് വേറെ ആയിരിക്കും. ഹാർഡ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള എന്നുള്ള രീതിയിലും ഹാർഡിന് മീനിങ് ഉണ്ട്. അവിടെ നമ്മൾ ഓപ്പോസിറ്റ് പറയുന്നത് ഈസി ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റൻസുകൾ നോക്കാം. അപ്പം ഈ രണ്ട് അർത്ഥവ്യത്യാസവും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം തന്നെ നോട്ട് ഈസി ടു ബെൻഡ്, കട്ട് ഓർ ബ്രേക്ക്, അങ്ങനത്തെയുള്ള ഹാർഡിനെ പറ്റി, പരുക്കനായ, ക്രൂരമായ, കഠിനമായ, ഉറപ്പുള്ള, ദുസ്സഹമായ, അങ്ങനെയുള്ള രീതിയിലുള്ള, അതായത് സോഫ്റ്റ് എന്നുള്ള ഓപ്പോസിറ്റ് ഉള്ള ആ ഹാർഡിനെ നമുക്ക് നോക്കാം. ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ഓൺ എ ഹാർഡ് സർഫേസ്, കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങളുടെ തല ഒരു ഹാർഡ് സർഫേസിലാണ് പൊട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണുന്നത് നന്നായിരിക്കും. ഹിറ്റിംഗ് ദ ക്ലേ മേക്സ് ഇറ്റ് ഹാർഡ്. ഹീറ്റിംഗ് ദ ക്ലേ മേക്സ് ഇറ്റ് ഹാർഡ്. കളിമണ്ണ് ചൂടാക്കുമ്പോൾ അത് കഠിനമാകുന്നു, അല്ലെങ്കിൽ അതിന് ഹാർഡ്നെസ് വയ്ക്കുന്നു. എ ഹാർഡ് സർഫേസ് നമ്മൾ പറയാറുണ്ട്. ഇത് ഭയങ്കര ഹാർഡാ. ചിലപ്പോൾ നമ്മൾ കട്ടിലിൽ കിടക്കുമ്പോൾ ഇത് ഹാർഡാണ് എന്ന് പറയും. അതിനെ മറിച്ച് അതിനകത്തൊരു ബെഡ് ഇടുമ്പോഴോ നമുക്ക് കിടക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും അല്ലേ. അതാണ് ഹാർഡും സോഫ്റ്റും തമ്മിലുള്ള ആ വ്യത്യാസവും. ഹാർഡിന്റെ മീനിങ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. രണ്ടാമത്തെ മീനിങ് ആയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടോടെ എന്നൊക്കെയുള്ള ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ഡിഫിക്കൽട്ട് ടു ഡു, ഡിഫിക്കൽട്ട് ടു എക്സ്പീരിയൻസ് ഓർ ഡിഫിക്കൽട്ട് ടു ഡീൽ, അങ്ങനെയൊക്കെ മീനിങ് വരുന്ന ഹാർഡിനെ നമുക്ക് നോക്കാം. ഹർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് വെരി ഹാർഡ് ടു റീഡ്. ഇവിടെ ഹാർഡ് എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് കട്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അവളുടെ കൈയക്ഷരം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. There were some hard questions in the exam. അമ്മ ചോദിക്കും എങ്ങനെയായിരുന്നു, how was the exam എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം there were some hard questions in the exam. Hard questions to answer. The topic get harder later in the course.
അത് ടോപ്പിക്ക് പിന്നീട് വളരെ ബുദ്ധിമുട്ടുള്ളതാകും. ഇറ്റ്സ് ഹാർഡ് ടു സേ വിച്ച് ഓഫ് ദം ഈസ് ലൈയിങ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരാറുണ്ട്. രണ്ടുപേര് വന്നിട്ട് പറയും ഞാൻ പറയുന്നത് ശരി, മറ്റേയാൾ പറയും ഞാൻ പറയുന്നത് ശരി. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ ഇതിൽ ആരാണ് സത്യം പറയുന്നതെന്ന്. ഇറ്റ് ഈസ് ഹാർഡ് ടു സേ വിച്ച് ഓഫ് ദം ഈസ് ലൈയിങ്. ഇറ്റ്സ് ഹാർഡ് ബീയിങ് എ വർക്കിംഗ് മദർ. ഹി ഈസ് എ ഹാർഡ് മാൻ ടു പ്ലീസ്. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ചിലവരെ നമുക്ക് സമാധാനിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെന്റൻസ് യൂസ് ചെയ്യാം. ഹി ഈസ് എ ഹാർഡ് മാൻ ടു പ്ലീസ്. I feel sorry for the kids too. They have had a hard time. They have had a hard time. ഇവിടെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ടൈം, അതാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. They have had a hard time. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഹാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നീഡിങ് ഓർ യൂസിങ് എ ലോട്ട് ഓഫ് ഫിസിക്കൽ ഓർ മെന്റൽ എഫേർട്ട്, അതും ഹാർഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗിവ് ഇറ്റ് എ ഗുഡ് ഹാർഡ് പുഷ്. നമ്മൾ ഒരു സാധനം തള്ളാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു ഹാർഡ് പുഷ് കൊടുക്കാൻ പറയും, നല്ല ശക്തിയിലങ്ങ് തള്ളാൻ പറയും. അവിടെ നമ്മൾ ഹാർഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വാസ് ഹാർഡ് വർക്ക് ഓൺ ദ ഫാം ബട്ട് സാറ്റിസ്ഫൈയിങ്. Qualifying as a surgeon is hard work. We had great fun while cycling, but it was hard to go up the hills. സൈക്ലിംഗ് ചവിട്ടുമ്പോൾ ഞങ്ങൾ വളരെ ആസ്വദിച്ചു, പക്ഷേ കുന്നുകൾ കയറാനായിട്ട് പ്രയാസമായിരുന്നു. പിന്നെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഹാർഡ് യൂസ് ചെയ്യാം. നോട്ട് പ്ലസന്റ് ഓർ ജെന്റിൽ. she has a hard life. അല്ലെങ്കിൽ ഷീസ് എ ഹാർഡ് വുമൺ എന്ന് നമുക്ക് പറയാം. യു ആർ എ ഹാർഡ് വുമൺ, യു ആർ എ ഹാർഡ് മാൻ. അപ്പൊ ഇവിടെ ഹാർഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ഹാർഡ് ലൈഫ്, ബുദ്ധിമുട്ടുള്ള ലൈഫാണ്. അവൻ യു ആർ എ ഹാർഡ് വുമൺ എന്ന് വെച്ചാൽ വളരെയധികം കാര്യങ്ങളെ സഫർ ചെയ്യാനും സ്ട്രഗിൾ ചെയ്യാനും മനസ്സിനെ കട്ടിയാക്കി നിർത്തിയിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. A hard drink contains a high level of alcohol. ഇവിടെ എങ്ങനെയാണ് ഹാർഡ് യൂസ് ചെയ്തിരിക്കുന്നത്? കട്ടില അല്ലെ? A hard drink contains a high level of alcohol. അപ്പോൾ ഹാർഡിനെ നമ്മൾ പല തരത്തിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹാർഡ് എന്ന് പറയുന്നുള്ള ഒരു കട്ടിയുള്ള ഒരു സോളിഡ് ഐറ്റത്തെ പറയാൻ വേണ്ടി, മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.